ഹായ് ഗായ്സ്, ഞാൻ ശ്രീജിത്ത്. ഞാനൊരു നേഴ്സാണ്. ഞാൻ ന്യൂസിലൻഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്കറിയാം, ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പലരും ഒന്നുകിൽ ഒരു വെയ്റ്റ് ലോസ് ജേർണിയിലായിരിക്കും, അതല്ലെങ്കിൽ യു ആർ പ്ലാനിങ് ടു സ്റ്റാർട്ട് വൺ സൂൺ. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആസ് ദ ടൈറ്റിൽ സേസ്, ഹെൽപ്പ് ടു സ്പീഡ് അപ്പ് യുവർ വെയ്റ്റ് ലോസ് ജേർണി. എനിക്കറിയാവുന്ന കുറേ പേരുണ്ട് വെയ്റ്റ് ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവരെടുക്കുന്ന ടൈം ഒരു 5 to 10 കിലോസ് കുറയ്ക്കുന്നതിന് വേണ്ടി അവരെടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 1 year അല്ലെങ്കിൽ 6 months to 1 year ആണ്. പക്ഷെ മെനി ലൈക്ക് മീ പ്രിഫർ ആൻ ഇൻസ്റ്റൻറ്റ് റിസൾട്ട്. അതായത് നമ്മളെല്ലാവരും തന്നെ കൂടുതലും പേരും തന്നെ വളരെ ഇൻസ്റ്റൻ്റായിട്ട് അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത്. വളരെ വേഗത്തിൽ വെയ്റ്റ് ലോസ് ചെയ്യാമെന്ന് പറയുമ്പോൾ അതെങ്ങനെ സേഫായിട്ട് ചെയ്യാം? ലുക്ക് അറ്റ് മീ, ഐ ആം ഇൻ ദ വേഴ്സ്റ്റ് ഷേപ്പ് എവർ. അതിന് കാരണമുണ്ട്. ന്യൂസിലൻഡിൽ എത്തിയതിന് ശേഷം ആദ്യമായിട്ടാണ് 4 വർഷങ്ങൾക്ക് ശേഷം ഞാൻ നാട്ടിൽ പോകുന്നത്. നമ്മുടെ നാടാകെ മാറി ഗൈസ്. ഫുഡിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഫുഡ് സ്പോട്ടുകളാണ്. അതായത് 4 വർഷത്തെ മുമ്പുള്ള അവസ്ഥയല്ല, എല്ലായിടത്തും വെറൈറ്റീസ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡ്സ്. ഞാൻ ഒരുപാട് ഫുഡ്സ് ട്രൈ ചെയ്തു. മറന്നുപോയതായിട്ടുള്ളതും പുതിയതായി വന്നിട്ടുള്ള ഒരുപാട് ഫുഡ്സ് ട്രൈ ചെയ്തു. ബട്ട് അറ്റ് ദ എൻഡ് വെൻ ഐ ലുക്ക് അറ്റ് ദ മിറർ, ഞാൻ ആ കണ്ണാടിയിലൊന്ന് നോക്കിയപ്പം ഐ ഫെൽ റിയലി അഷൈംഡ്. ഞാൻ ഭയങ്കരമായി ഷോക്കായി പോയി. വാട്ട് ഐ ഹവ് ഡൺ ടു മൈ ബോഡി. അതായത് ഞാൻ ഹോളിഡേയ്സിന് പോകുന്നതിന് 1 month മുമ്പ് എൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് 88 kilos ആയിരുന്നു. നെക്സ്റ്റ് 40 days അത് 106 ആയി മാറി. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നല്ല രീതിയിൽ തന്നെ ഫുഡെല്ലാം ട്രൈ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഈ വെയ്റ്റ് ഗെയിൻ എന്നിലുണ്ടാക്കിയ മാറ്റം എന്ന് പറഞ്ഞാൽ, ഐ ലോസ് മൈ സ്റ്റാമിന, ഐ സ്ട്രെങ്ത്. എൻ്റെ ഫിറ്റ്നസ് കംപ്ലീറ്റ്ലി എനിക്ക് നഷ്ടമായി. ഒരു 100 meters എനിക്ക് കിതയ്ക്കാതെ നടക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ഞാൻ ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഞാൻ ഇൻസ്റ്റൻറ്റ് വെയ്റ്റ് ലോസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരു 15 to 20 kilos ഒരു 3 months പീരീഡ് കൊണ്ട് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പലരും വിചാരിക്കും, ഈസ് ഇറ്റ് പോസിബിൾ? യെസ്, ഇറ്റ് ഈസ് പോസിബിൾ. കാരണം ഐ ഹാവ് ഡൺ ഇറ്റ് മെനി ടൈംസ് ഇൻ ദ പാസ്റ്റ്. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഏതെല്ലാം ടെക്നിക്സ് ആണ് ഞാൻ ഈ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ ഉപയോഗിക്കുന്നത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആൻഡ് ഹെൽത്തി കീറ്റോ. ഐ റിപ്പീറ്റ്, ഹെൽത്തി കീറ്റോ. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ പലരും വിശന്നിരുന്നുള്ള പരിപാടിയാണോ, എങ്കിൽ നമ്മളില്ലേ എന്ന് പറഞ്ഞ് വീഡിയോ മാറ്റിക്കൊണ്ട് പോകുന്നവരായിരിക്കും പലരും. അപ്പം അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, വളരെ സ്ലോലി ആൻഡ് സ്റ്റഡി ആയിട്ട് എനിക്ക് ആ ഒരു സ്റ്റേറ്റിലോട്ട് എത്തിക്കാൻ കഴിയും. വലിയൊരു സ്ട്രെയിൻ നിങ്ങളെ കൊണ്ട് എടുപ്പിക്കാതെ തന്നെ. വാട്ട് ഈസ് ദ ബെസ്റ്റ് തിങ് യു ക്യാൻ ഡു ടു യുവർ ബോഡി ഫോർ ബെറ്റർ ഹെൽത്ത് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഫാസ്റ്റിംഗ്. അതിന് ഒരുപാട് പ്രൂഫ്സ് ഉണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നില്ല അല്ലേ? ഓക്കെ, ടേക്ക് ഗൂഗിൾ. എന്നിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്യൂ, ക്യാൻ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് റിവേഴ്സ് ടൈപ്പ് 2 ഡയബറ്റീസ്. അതായത് ഡയബറ്റീസ് ഉള്ളതിനെ ഡയബറ്റീസ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറ്റാൻ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് സഹായിക്കുന്നുണ്ടോ? യെസ്, എന്താണ് ഗൂഗിൾ പറയുന്നത്? തീർച്ചയായും സഹായിക്കുന്നുണ്ട്. അതിന് ഒരുപാട് പ്രൂഫുണ്ട്. രണ്ടാമത്തത്, നിങ്ങൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് നോക്കൂ, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ബ്രെയിൻ ഫങ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? യെസ്, ഇറ്റ് ഡെഫിനറ്റ്ലി ഡു. സെർച്ച് അഗൈൻ. നിങ്ങളുടെ ഹൃദയ ആരോഗ്യത്തിന് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നല്ലതാണോ? യെസ്, ധാരാളം പ്രൂഫുകൾ അതിനുമുണ്ട്. എന്തിനു പറയുന്നു? ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നിങ്ങളെ യങ് ആയിട്ട് നിർത്താൻ, ലോങ് പീരീഡ് ഓഫ് ടൈം നിങ്ങളുടെ നിങ്ങളുടെ യൂത്ത് നിലനിർത്താൻ സഹായിക്കുന്നുണ്ടോ? യെസ്, ഇറ്റ് ഡസ്. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്
ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്ക് നമ്മൾ ഒരു ദിവസത്തിൽ ഒരു ലോങ് പീരീഡ് ഓഫ് ടൈം നമ്മൾ വെള്ളമല്ലാതെ ഒരു ആഹാരം തന്നെ കഴിക്കുന്നില്ല. അതാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. അതിന് നമ്മൾ ആദ്യം ഒരു 10 hours ആദ്യം സ്റ്റാർട്ട് ചെയ്യും, പിന്നെ 11 hours സ്ലോലി, 12 hours, 13 hours, 14 hours, 15 and 16. ഒരു 16 hours നമ്മൾ ആഹാരമൊന്നും കഴിക്കുന്നില്ല. നെക്സ്റ്റ് 8 hours വിൻഡോയിലാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അത് നമ്മൾ ഇപ്പോൾ 16 hours കഴിക്കാത്തതുകൊണ്ട് 18 നെക്സ്റ്റുള്ള 8 hours ഞാൻ ഫുള്ള് കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. അത് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അതെന്തൊക്കെയാണ്, അതെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇനിയുള്ള വീഡിയോകളിൽ നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ് അത് നമ്മളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നറിയണമെങ്കിൽ നമ്മൾ കുറേ ഒരുപാട് പാസ്റ്റിലേക്ക് പോകണം. അതായത് മനുഷ്യൻ്റെ ഉത്ഭവം, മനുഷ്യൻ്റെ ഒറിജിൻ ഉണ്ടായിരിക്കുന്നത് 300,000 years എഗോ ആണ്. എവിടെയാണ്? അത് ആഫ്രിക്കയിലാണ്. പക്ഷേ നമ്മൾ അഗ്രികൾച്ചർ, അതായത് നമ്മുടെ കൃഷി നമുക്ക് ഡെവലപ്പായത് ഒരു 12 to 16,000 years മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് രാവിലെ കഴിക്കാൻ ഇഡ്ഡലി, ദോശ, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ബിരിയാണി, ചോറ്, അങ്ങനെയുള്ള ഒരു കാര്യം തന്നെ അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത് മെയിൻലി നമ്മൾ മീറ്റ്സിനെയാണ് നമ്മൾ ഹണ്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ മൃഗങ്ങളെ നമ്മൾ ഹണ്ട് ചെയ്തിട്ടുള്ള മീറ്റ്, അതല്ലെങ്കിൽ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, സീഡ്സ്, അതൊക്കെയാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും നമുക്ക് ഹണ്ട് ചെയ്ത് അല്ലെങ്കിൽ മീറ്റ് കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ ഒരു ദിവസം കഴിച്ചാൽ ചിലപ്പോൾ നെക്സ്റ്റ് 2 days അല്ലെങ്കിൽ 3 days അല്ലെങ്കിൽ 1 week നമുക്ക് ആഹാരമൊന്നും കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമാണ് ഇന്നത്തെ സ്ഥിതി. ഇപ്പോൾ നമ്മൾ ചിലർ 3 നേരം കഴിക്കുന്നവരുണ്ട്, 5 നേരം കഴിക്കുന്നവരുണ്ട്, ഈവൻ 9 നേരം വരെ ഫുഡ് കഴിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, intermittent fasting along with the healthy keto can do wonders. അപ്പോൾ I am also starting my journey and I am demonstrating each day ഇതുകൊണ്ട് ഉണ്ടാകുന്ന മാറ്റം, എന്തുമാത്രം വെയ്റ്റ്സ് ആണ് എനിക്ക് കുറയുന്നത്, നെക്സ്റ്റ് 10 days എനിക്ക് എന്തുമാത്രം വെയ്റ്റ്സ് ആണ് കുറയുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോകളിൽ ഉൾപ്പെടുന്നതായിരിക്കും. താങ്ക് യു. സൈനിങ് ഓഫ്, ശ്രീജിത്ത്.